ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ടു സംഗീതാസ് ഫുഡ് ഗാലറി. നമുക്കിന്ന് ആലു പറാത്ത എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം തന്നെ പറാട്ടയ്ക്കുള്ള മാവ് മിക്സ് ചെയ്ത് വെക്കാം. ഇതിനായിട്ട് 1.5 കപ്പ് ഗോതമ്പ് മാവ് ഞാനിപ്പോൾ ബൗളിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ മാവൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിനെ മാറ്റി വെക്കാം. 3 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ചിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഒട്ടും കട്ടകളില്ലാതെ നല്ല നൈസായിട്ട് വേണം ഉടച്ചെടുക്കാൻ. ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് ഉടച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ നമുക്കിതിനെ മാറ്റി വെക്കാം. ഒരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് നന്നായിട്ട് ചൂടാക്കിയെടുക്കണം. ഇപ്പൊ ഓയിൽ നന്നായിട്ട് ചൂടായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് 1 സവാള നല്ല പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ചേർത്ത് കൊടുക്കുക. സവാള നല്ലോണം പൊടിയായിട്ട് വേണം കേട്ടോ അരിയാൻ. ഈ സവാള ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. ഇതിലേക്ക് 2 പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. ഇതും ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കണം. ഇതും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും എല്ലാം പച്ചമണം മാറിയിട്ടുണ്ട്. അപ്പം നമുക്ക് തീ കുറച്ച് വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, 1/2 ടീസ്പൂൺ ജീരകത്തിന്റെ പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഈ പൊടികളുടെ എല്ലാം പച്ചമണവും മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് ഉടച്ചു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ നന്നായിട്ട് ഈ മസാലയുടെ കൂടെ യോജിപ്പിക്കണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലൊട്ടും കട്ടകളില്ലാതെ നന്നായിട്ട് ഉടച്ചു കൊടുത്ത് വേണം കേട്ടോ മിക്സ് ചെയ്യാൻ. ഞാനിതിലേക്ക് 1/4 ടീസ്പൂൺ ചാറ്റ് മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇതിൽ ചാറ്റ് മസാലയോ അല്ലെങ്കിൽ ഡ്രൈ മാംഗോ പൗഡർ ഉണ്ടെങ്കിൽ അത് കുറച്ച് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊരു പുളിപ്പിന്റെ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ തൂവി കൊടുക്കുന്നുണ്ട്. ഇതും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പൊ നമ്മുടെ മസാല റെഡി ആയി കഴിഞ്ഞു. ഇപ്പൊ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പറാട്ട റെഡിയാക്കാം. അതിനായിട്ട് മാവിനെ ഇതുപോലെ ഉരുളകളാക്കി വെക്കാം. മാവൊക്കെ ഉരുളകളാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് 1 ഉരുള മാവ് എടുത്തിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കണം. സാധാരണ ചപ്പാത്തിക്ക് എടുക്കുന്ന മാവ് വെച്ച് കുറച്ച് കൂടുതൽ എടുക്കണം കേട്ടോ മാവ്. ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക. ഒരേ കനത്തിൽ വേണം പരത്തിയെടുക്കാൻ. ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ സെന്ററിലേക്ക് കുറച്ച് ആലു മസാല വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ വശങ്ങളൊക്കെ ഒരേ ഭാഗത്ത് ഇങ്ങനെ ചേർത്തണം. നല്ല ഞൊറി വെക്കുന്നത് പോലെ ഇതുപോലെ ചേർത്തിയെടുക്കണം. ഇനി പിന്നെ ഒന്ന് ലൈറ്റായിട്ട് തിരിച്ചിട്ട് ഈ ബാക്കിയുള്ള മാവിനെ മാറ്റി വയ്ക്കാം. ഇത് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കൈവച്ച് തന്നെ. ഉള്ളിൽ വെച്ചിരിക്കുന്ന ഫില്ലിങ് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് കുറച്ചുകൂടെ പൊടി തൂവി കൊടുക്കാം. ഇനി നമുക്കിതിനെ പരത്തിയെടുക്കാം. ഒരുപാട് പ്രഷർ കൊടുത്ത് ഇത് പരത്താൻ പാടില്ല. അങ്ങനെ ചെയ്യുമ്പോൾ വശങ്ങളൊക്കെ പൊട്ടി വരും. നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ പരത്തിയെടുക്കാം. ആവശ്യമെങ്കിൽ കുറച്ചുകൂടെ ഗോതമ്പ് പൊടി വിതറി കൊടുക്കാം മേലെ.
കണ്ടില്ലേ, ഇത് നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ദോശ തവിയിലിട്ടൊന്ന് ചുട്ടെടുക്കണം. ഈ തവ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊറോട്ട വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒരു ഭാഗം ഒരു 30 സെക്കൻഡ് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ തിരിച്ചിട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതിൽ നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ നെയ്യ്, വെണ്ണ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ താല്പര്യമനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ ഭാഗത്തും ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് 2 വശവും മറിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ ആലു പൊറോട്ട റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം. ഇതേ രീതിയിൽ തന്നെ നമുക്ക് എല്ലാ പൊറോട്ടയും റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ ആലു പൊറോട്ട റെഡിയായി കഴിഞ്ഞു. ഇത് തൈരോ അച്ചാറോ കൂട്ടി കഴിക്കാൻ വളരെ നല്ല കോമ്പിനേഷനാണ്. നിങ്ങൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കും വേണം. താങ്ക്സ് ഫോർ വാച്ചിങ്.